ശരിക്കും നമ്മൾ ഏലിയൻസ് ആണോ? പണ്ട് ഈ ഭൂമിയെ തേടി ഒരു സ്പേസ് ഷിപ്പ് വന്നു. കുറേ ഏലിയൻസ്. കാരണം അവരുടെ ഗ്രഹം നശിക്കാൻ പോവാണ്. അവർക്ക് ആൾട്ടർനേറ്റീവായിട്ടൊരു ഗ്രഹം വേണം. അതുകൊണ്ടാണ് ഈ ഭൂമിയെ കണ്ടെത്തിയത്. അവിടെ വെള്ളമുണ്ട്, ഓക്സിജനുണ്ട്, കാടുകളുണ്ട്, ജീവനുകളുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ സർവേ ചെയ്യാൻ പറ്റുമെന്ന്. അവർ ഷിപ്പ് പതുക്കെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അറിയുന്നത് ഇവിടെ കുറേ ആളുകൾ ഭരിക്കുന്നുണ്ട്. അവരാണ് ഡൈനോസേഴ്സ്. ആ ഏലിയൻസ് മനസ്സിലായി ഈ ഡൈനോസേഴ്സ് ഉള്ളിടത്തോളം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യന്മാരെയും ഇവിടെ ഇറക്കാൻ പറ്റില്ല. മനുഷ്യന്മാരെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ ഏലിയൻസ് ഏതൊക്കെ ഗ്രഹത്ത് പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇവരിറങ്ങാതെ അവർ ആ ഭൂമിയിലേക്ക് ഇറക്കി വിടും. എന്നിട്ട് അവർക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഏലിയൻസ് ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഭൂമിക്ക് മേലെ പറന്നിടന്ന് എവിടെയൊക്കെ ഡൈനോസേഴ്സ് ഉണ്ടോ അവിടെയൊക്കെ ബോംബിട്ട് കൂട്ടത്തോടെ കൊന്നൊടുക്കി. അങ്ങനെയാണ് ഡൈനോസേഴ്സ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. കുറേ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് അവരോട് സർവേ ചെയ്യുന്ന മനസ്സിലാക്കിയപ്പോൾ കുറേ സ്പേസ് ഷിപ്പുകൾ തിരിച്ച് അവരുടെ ഗ്രഹത്തേക്ക് പോയി. അതിൽ കുറച്ച് ഏലിയൻസ് ഈ ഭൂമിയിൽ തന്നെ തങ്ങി ആളുകൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്തിട്ട് ഈ ഭൂമിയിൽ എങ്ങനെ സർവേ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കോളനി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യൻ ഡെവലപ്പായി ഇപ്പോൾ ഉള്ള മനുഷ്യനിലേക്ക് എത്തിയത്. ഇതെൻ്റെ മാത്രം കഥയാണ്, ഇത് സാങ്കല്പികം മാത്രമാണ് കേട്ടോ.